Good afternoon. Good afternoon, Miss. Okay, good afternoon. Okay, Nafla, good afternoon. Good afternoon, Miss. Okay. കടന്ന അപ്പൊ അതൊരു പീരീഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ക്ലാസ്സിൽ കയറിയത്. ശരിക്കും എനിക്ക് സെൻഡിന് ഇല്ല, പക്ഷെ എങ്കിലും ഒരു പീരീഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കയറിയതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിലെ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടെ കേൾക്കാം കേട്ടോ. ഓക്കെ, the branch of medicine dealing with the children and their diseases is called. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്ഷൻസ് പറയാട്ടോ. നിയോനാറ്റോളജി, പീഡിയാട്രിക്സ്, ഒബ്സ്ട്രക്റ്റിക്സ്, ന്യൂറോളജി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പീഡിയാട്രിക്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്ന നോക്കാം. അലർജി, ബ്രോങ്കൈറ്റിസ് are treated in dash department. Options: cardiology, andrology, pulmonology, orthopedics. ഏതാണ് വരിക? അലർജി, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അശ്വതി, ശ്രീലക്ഷ്മി, അൻസി കറക്റ്റ് ആണ് കേട്ടോ. പൾമണോളജി, ഇതാണ് പൾമണോളജി. ഓക്കെ, the fibrous connective tissue attaches muscle to bone is called. എന്താണ് പറയാ? fibrous connective tissue attaches muscle to bone. മസിലിനെ ബോണുമായിട്ട്, പേശിനെ എന്താണ് അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് കേൾക്കാം. ലിഗമെന്റ്സ്, ടെൻഡൻസ്, ജോയിന്റ്സ്, ഓൾ ഓഫ് ദി എബോ. ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? സി അല്ല, all of the above വരിക കേട്ടോ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ that attaches muscle to ligaments തെറ്റാണ്. ടെൻഡൻസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ശ്രീലക്ഷ്മി, ടെൻഡൻസ് ആണ് കറക്റ്റ് ആണ് കേട്ടോ. ടെൻഡൻസ് അതായത് ഒരു മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ടെൻഡൻസ് ആണ് കേട്ടോ. ഓക്കെ, ബോൺ ടു ബോൺ എന്താണ്? അതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ മാറിപ്പോകരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത്, മെഡിക്കൽ സ്പെഷ്യാലിറ്റി യൂസസ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ ഡിസീസസ്. ഓപ്ഷൻസ്: ഒബ്സ്ട്രക്റ്റീവ്സ്, ഡി ഒഫ്താൽമോളജി, സി ന്യൂക്ലിയർ മെഡിസിൻ, ഡി ഓങ്കോളജി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് യൂസസ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസസ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഒബ്സ്ട്രക്റ്റീവ്സ്, ഒഫ്താൽമോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി. ഏതാണ് വരിക? ഏതായിരിക്കും വരിക? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ ആണ് കറക്റ്റ് ആൻസർ. Thyroid disorders are treated in which department? Thyroid disorders are treated in which department? Option A, endocrinology. Option B, dermatology. Option C, gastroenterology. Option D, casualty. Is an answer viriya? Thyroid disorders are treated in which department? ഈ പറയുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് തൈറോയിഡ് ഡിസോർഡർ ട്രീറ്റ് ചെയ്യുന്നത്? എൻഡോക്രൈനോളജി ആണോ, ഡെർമറ്റോളജി ആണോ, അതോ ഗാസ്ട്രോ എൻറ്ററോളജി ആണോ, കാഷ്വാലിറ്റി ആണോ? ഏതാണ് വരിക? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എൻഡോക്രൈനോളജി അല്ലെ, എൻഡോക്രൈനോളജിയിൽ വരുന്ന ആളാണ് തൈറോയിഡ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ തൈറോയിഡ് ഡിസോർഡേഴ്സ് ട്രീറ്റഡ് ഇൻ ദ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും
അല്ലെ? എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അപ്പൊ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. മൂന്നാമത് നമ്മൾ എടുത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിരുന്നു കേട്ടോ. ICU ആണ് നമ്മൾ എടുത്തത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ICUല് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. Medical department which provides intensive care for critically ill or injured people is called എന്താണ് പറയാ ഡിപ്പാർട്ട്മെന്റ്? കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ, ICU and cardiology. ഏതാണ് ആൻസർ വരിക? ICU. Okay. അടുത്തത് ഐഡന്റിഫൈ the conditions that cared in ICU. ICUവിൽ കെയർ ചെയ്യുന്ന കണ്ടീഷൻസുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ തുടക്കം തന്നെ ICU എന്താണെന്നും ICUവിൽ കെയർ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. കാർഡിയോ തൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ the unit which is performing both the open heart and the other thoracic surgical procedure is called dash. നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കാം. The unit which is performing both the open heart and other thoracic surgical procedure is called. Option A CVTS ICU, option B NICU, option C neuro ICU, option D GICU. ഇതാണ് വരിക. CVTS ICU ആണ് കേട്ടോ, കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. പിന്നെ നമ്മൾ എന്തായിരുന്നു അവിടെ പഠിച്ചത്? ICUവിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ യൂണിറ്റ് ICU. അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക കേട്ടോ. In an open unit ICU, who is responsible for the admission and the treatments of patients? Option A intensivist, option B medical director, option C primary physician, option D none of these. ഏതാണ് ആൻസർ വരിക? കറക്റ്റ് ആണ് കേട്ടോ, ഫിസിഷ്യൻ ആണ് അല്ലെ? എന്താ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ എന്താണ് ശരിയല്ലേ? ഓപ്പൺ യൂണിറ്റ് ICUവില് അഡ്മിഷൻ ആണെങ്കിലും ട്രീറ്റ്മെന്റിനാണെങ്കിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആർക്കാ വരുന്നത്? ഫിസിഷ്യൻ ആണ് അല്ലെ? അവിടെ ഇന്റൻസിവിസ്റ്റിന്റെ പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് വരുന്നുള്ളൂ എവിടെ? ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത്. അങ്ങനെയെങ്കിൽ in closed unit who is responsible for the ICU admission and treatment? Option intensivist, B physician, C physiotherapist and B nursing staff. ഏതാണ് വരിക? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, intensivist. Then who is the registrar in ICU? ICU registrar ആരാണ്? ഓപ്ഷൻസ് പറയാം. മെഡിക്കൽ ഡയറക്ടർ, B nursing aides, C junior resident and D senior resident. Who is the registrar in ICU? ICU registrar ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് അല്ലെ? ഓക്കെ, അതെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ which factor is the criteria for the ICU admission? ഓക്കെ, താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ICU അഡ്മിഷന്റെ ക്രൈറ്റീരിയയില് പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഡയഗ്നോസിസ്, ബി പ്രോഗ്നോസിസ്, സി ബെഡ് അവൈലബിലിറ്റി, ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? All of these are answer വരിക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. Who has the right to start and perform emergency treatment in inevitable condition? എന്താണ് ചോദിച്ചത്? Who has the right to start and perform emergency treatment in inevitable condition? ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളില് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവകാശമുള്ളത് താഴെ പറയുന്നതിൽ ആർക്കാണ് കേട്ടോ? ഓപ്ഷൻ എ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ, ഓപ്ഷൻ ബി സീനിയർ റെസിഡന്റ് ഡോക്ടർ, ഓപ്ഷൻ സി ഓക്സിലറി പേഴ്സണൽ ആൻഡ് ഡി നഴ്സിംഗ് സ്റ്റാഫ്. ഇതിന്റെ ആൻസർ സീനിയർ റെസിഡന്റ് ഡോക്ടർ. ഓക്കെ, അറിയാമോ നിങ്ങൾക്ക്? റൂട്ടീൻ ICU റൗണ്ട്സ് ഹെൽഡ് ഇൻ
ഇപ്പോഴാ സാധാരണ എന്താ പറയാ ICU റൗണ്ട്സ് നടക്കുന്നത് ഏത് സമയത്താണ് കേട്ടോ. ഓപ്ഷൻസ് കേട്ടോളൂ. ഈവനിങ് 9 to 11 PM, morning 9 to 11 AM, and C morning 11 to 1 PM, and evening 4 to 6 PM. മോർണിംഗ് ആണ് 9 to 11 AM ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ a suitable environment for the patient safety is ensured by dash. A suitable environment for the patient safety is ensured by dash. Option A hospital. Correct. Hospital administration ആണ് കേട്ടോ. കറക്റ്റ്. നമ്മൾ ലാസ്റ്റ് കുറെ പേരുടെ ഡ്യൂട്ടി അതിനകത്ത് പഠിക്കുന്നുണ്ട്. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി പറയുന്നുണ്ട്. അതുപോലെ ഇന്റൻസിവിസ്റ്റിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു നമ്മുടെ ICU സെക്രട്ടറി അല്ലെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. ആവില്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. നമ്മളവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ICU എന്താണ്, അവിടെ എങ്ങനെയുള്ള കണ്ടീഷൻസിനെയാണ് കെയർ ചെയ്യുന്നത്, പിന്നെ പല ടൈപ്പ് ഓഫ് ICU നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓപ്പൺ യൂണിറ്റ് ICU എന്താണ്, ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ്, ICUന്റെ സ്റ്റാഫിങ്, അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU മറന്നു പോരുത് കേട്ടോ. 1:1 അല്ലെങ്കിൽ 1:2 ആണ് നമ്മൾ അവിടെ പറഞ്ഞത് അല്ലെ. ICUവിനകത്ത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് അല്ലെ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 അല്ലെങ്കിൽ 1:2. അതിന്റെ അർത്ഥം എന്താണ്? 1:1 എന്ന് പറഞ്ഞാൽ 1 nurse is serving for 1 patient. Okay, 1:2 എന്ന് പറയുന്നത് എന്താ? 1 nurse is serving for the 2 patients. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് എന്താ പറയുക ICU അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രൈറ്റീരിയാസ് ഒരു 5 നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറയാ റൂട്ടീൻ ICU റൗണ്ട്സ് എപ്പോഴാണ്? അത് മോർണിംഗ് 9 to 11 AM ആണ്. അതുപോലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്? അദ്ദേഹമാണ് രജിസ്ട്രാർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതുപോലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിച്ചു പോവാട്ടോ. ഈ ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്യാനൊന്നും സാധിക്കില്ല കേട്ടോ. നമ്മൾ ക്ലാസ് കേൾക്കുക അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു റിവിഷൻ നടത്തുന്നത് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു റിവിഷൻ നടത്തുന്നത് മാത്രം. സെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മൊഡ്യൂള് 1 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയായിരുന്നു. ദെൻ നമുക്ക് മൊഡ്യൂൾ 2 നടക്കാം. ഓക്കെ, മൊഡ്യൂൾ 2 ഞാൻ എനിക്കൊന്ന് ആദ്യം എടുത്തത് ബ്ലഡ് ബാങ്ക് ആയിരുന്നു. ബ്ലഡ് ബാങ്ക് ടെസ്റ്റ് എടുത്തത്. അപ്പൊ അത് നോക്കാം. നമുക്ക് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ബ്ലഡ് ബാങ്കിലേക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ബ്ലഡ് ബാങ്ക് എന്താണ്? ഒരു ആവറേജ് മനുഷ്യന്റെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. പഠിച്ചില്ലേ നമ്മള്? ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പിന്നെ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഐഡിയ ലൊക്കേഷൻ എവിടെയാണ്? നമ്മൾ പഠിച്ചു, ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. പിന്നെ നമ്മളൊരു ഓർഗാനോഗ്രാം അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഓർഗാനോഗ്രാം, ഒരു സ്റ്റാഫിങ് ഓർഗാനോഗ്രാം, അതൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്. കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, RH ഫാക്ടർ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഏതെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ബ്ലഡ് കമ്പൗണ്ടിന്റെയും ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. RBCയുടെ ഫങ്ഷൻ എന്താണ്, WBCയുടെ ഫങ്ഷൻ എന്താണ്, പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻ എന്താണ്, പ്ലാസ്മ എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്. ഓക്കെ, പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആരാണ്, അതുപോലെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ എല്ലാം മനസ്സിലാക്കി നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കാം, അതിനെ പറയാം. സ്റ്റഡി ഓഫ് disease is known as, the study of disease is known as, എന്താണ് പറയാ?
ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. പത്തോളജി ഓപ്ഷൻസ് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: ഹെമറ്റോളജി, ഹെപ്പറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് പാത്തോളജി. ഇതാണ് ആൻസർ വരിക, പാത്തോളജി ആണ്. ഓക്കെ, ക്ലിയർ. Then ideal location of the blood bank is. ഇതാണ് ideal location. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് തേർഡ് ഫ്ലോർ. ഏതാണ് ആൻസർ വരിക? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഓക്കെ. The positive or negative part of the blood is determined by the factor dash. Antigen, RH factor, antibody, all of the above. ഏതാണ് ആൻസർ വരിക? RH factor. ഓക്കെ. അതുപോലെ തന്നെ the component of the blood that helps to regulate the blood pressure. ശ്രദ്ധിച്ച് കേൾക്കുക. The component of the blood that help to regulate the blood pressure. ഏത് കമ്പോണന്റ് ആണെന്ന് പറയാം. ഓപ്ഷൻ തരാം: RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്. ഇതാണ് ആൻസർ വരിക. പ്ലേറ്റ്ലെറ്റ് ആണ് ആൻസർ വരിക. തെറ്റിപ്പോയല്ലോ. ആക്ച്വലി കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ് ആൻസർ? അയ്യോ, WBC അല്ല, പ്ലാസ്മയാണ് കേട്ടോ. നോക്കുന്നുണ്ടോ? RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഫൈറ്റ് ദ ഇൻഫെക്ഷൻ അല്ലെ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതാണ് WBC. പിന്നെ പ്ലേറ്റ്ലെറ്റ് എന്തിനാ സഹായിക്കുന്നത്? ഹെൽപ്പ് ടു ബ്ലഡ് ക്ലോട്ട് അല്ലെ. ബ്ലഡ് ക്ലോട്ട് ആക്കാൻ സഹായിക്കുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്. അതുപോലെ വിച്ച് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്? ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണ്? ഇതാണ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ, പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ നമ്മൾ പറഞ്ഞു പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻ ഏതാണെന്ന് പറയാമോ? ആന്റിജൻസ് ഒന്നും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഏതാണത്? ഓപ്ഷൻ തരാതെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ. ബ്ലഡ് ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ് അല്ലെ. കറക്റ്റ് ആണ്. ആൻസർ O ഗ്രൂപ്പ് ആണ്. അടുത്ത നോക്കുക. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഡോണർ? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം: O പോസിറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്, B പോസിറ്റീവ്. ഏതാണ് ആൻസർ? O നെഗറ്റീവ്. O എന്ന് മാത്രം പറയരുത് കേട്ടോ. O പോസിറ്റീവ് അല്ല കേട്ടോ. കണ്ടോ, തെറ്റിപ്പോണോ? O പോസിറ്റീവ് ആണോ? അല്ല, O നെഗറ്റീവ് ആണ്. കണ്ടോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. O ആണെന്ന് മിക്കവർക്കും അറിയുന്നുണ്ടോ? O പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും പലർക്കും. O നെഗറ്റീവ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇത് ശ്രദ്ധിക്കാം. The process of transferring blood product into the person's circulation intravenously is known as dash. The process of transferring the blood products into a person's circulation intravenously is known as. എന്താണ് ആ പ്രോസസ്സിന് നമ്മൾ പറയാം? ഓപ്ഷൻസ് തരാം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ട്രാൻസ്ഫ്യൂഷൻ ആണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ ആണ്. ഇതിന് ഓപ്ഷൻ ആവശ്യമില്ലല്ലോ. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഐഡന്റിഫൈ ദ കണ്ടീഷൻ when the blood transfusion is needed. അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ. അതായത് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന ചില കണ്ടീഷൻസ് പ്രത്യേകം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഞാൻ തരാം: ലുക്കീമിയ, B liver problem, C blood disorders and D all of the above. ഏതാണ് ആൻസർ വരിക? കറക്റ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയർ ആണ്. ന്യൂക്ലിയർ എവിടെ നിന്നു? all of the above ആണ് കേട്ടോ ആൻസർ. ഓക്കെ, all of the above ആണ് ആൻസർ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഓർഗാനോഗ്രാം ഒക്കെ നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോ ഓർഗാനോഗ്രാമിൽ ആ സ്റ്റാമ്പിംഗ് ഒക്കെ ഡിസോർഡർ എഴുതി തരും. എന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ഓർഡറിലൊക്കെ എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ അതില് കറക്റ്റ് ഓർഡർ ഒക്കെ നോക്കി വെക്കുക. അതൊരു 2 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു. പിന്നെ നമ്മള് പിന്നെ എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? ഫാർമസി അല്ലെ. ഫാർമസി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാർമസിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫാർമസിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ല നിങ്ങൾക്ക്? ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ പഠിച്ചു നമ്മള്?
അതായത് നമ്മൾ ഫാർമസിയിൽ എന്താണ് ഫാർമസി എന്ന് പറഞ്ഞു, ഫാർമസിസ്റ്റിന്റെ റോള് നമ്മൾ മനസ്സിലാക്കി, പിന്നെ ഫാർമസിയുടെ ഫംഗ്ഷൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒബ്ജക്റ്റീവ്സുകൾ പഠിച്ചു. ഈ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നും അല്ലെ? ഓക്കെ, ഒബ്ജക്റ്റീവ്സും ഫംഗ്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞിരുന്നു അല്ലെ? ഫാർമസിയുടെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ? എവിടെയായിരുന്നു? ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ എന്നാണ് പഠിച്ചത്. അപ്പൊ ചിലപ്പോ ഓപ്ഷനകത്ത് രണ്ടും തരും, എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷനിൽ ബോത്ത് എ ആൻഡ് ബി അങ്ങനെയൊക്കെ തരുമ്പോ ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് പഠിച്ചു അല്ലെ? റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽ എലമെന്റ് ആണെന്നും അത് റേഡിയേഷൻസിനെ എന്താണ് പുറത്തു വിട്ടുകൊണ്ടാണ് അത് കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് മാറുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത് അല്ലെ? പഠിച്ചില്ലേ ഇത്? ഫാർമസി ഞാൻ തന്നെയല്ലേ എടുത്തത് അല്ലെ? ഞാനല്ലേ എടുത്തത് ഫാർമസി? വേറെ ഒരാളെടുത്തത് അല്ല മിസ് അല്ലേ? ഞാനല്ലേ എടുത്തത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്താണ് പറഞ്ഞത്? ഫാർമസിയുടെ ഓക്കെ. അപ്പം ഫാർമസിയുടെ ഇപ്പൊ ബെഡ് സ്ട്രെങ്ത് അതെ. അതായത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതിന് ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നടത്തുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ബെഡ് സ്ട്രെങ്ത് തന്നിട്ട് എത്ര ഫാർമസിസ്റ്റ് വേണം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന്റെ എണ്ണം തന്നിട്ട് എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ളവർക്കാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അത് അറിഞ്ഞിരിക്കാം. പിന്നെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിരുന്നു, ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർമെന്റിനെ സംബന്ധിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ഓർമ്മയുണ്ടല്ലോ? ഏറ്റവും ടോപ്പ് ലെവലിൽ ഒരു ഡയറക്ടർ ഉണ്ട്, അതിന് തൊട്ട് താഴെ ഏതായിരുന്നു? ചീഫ് ഫാർമസിസ്റ്റ്. എം ആണ് യോഗ്യത അല്ലെ? അതുപോലെ ക്വാളിറ്റി കൺട്രോൾ നടത്തുന്ന ഫാർമസിസ്റ്റിന്റെ യോഗ്യത എം ആണ്. ബാക്കിയുള്ളവർക്ക് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് കമ്മിറ്റിയും, അത് ഇതൊന്നല്ല, നിങ്ങൾ മറ്റേതെങ്കിലും ചാപ്റ്ററിൽ കമ്മിറ്റികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെയർമാൻ, അതുപോലെ അതിന്റെ സെക്രട്ടറി, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇതിന്റെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഡ്രഗ് ഫോർമുലറി എന്താണ്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർമ്മയുണ്ടെന്ന് നോക്കി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്, പിന്നെ ഒരു ഫാർമസിയിൽ നമ്മൾ സൂക്ഷിക്കുന്ന റെക്കോർഡുകള്, രജിസ്റ്ററുകള് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ബിൽ കാർഡ് എന്താണെന്ന് പഠിച്ചു അല്ലെ? സ്റ്റോക്ക് പൊസിഷനെ കാണിക്കുന്നതാണ് ബിൽ കാർഡ്. പിന്നെ നമ്മൾ സ്റ്റോറേജ് പഠിച്ചു അല്ലെ? ഓരോ ഡ്രഗ്സുകളും പല പല രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ചില ഡ്രഗ്സ് നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അതുപോലെ തന്നെ എന്താണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ പേരുകളൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, ഫെൻസിഡിൻ, അതുപോലെ ബാർബിക്യൂറേറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്, മോർഫിൻ അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിനകത്ത് വാക്സിൻ ഏത് ടെമ്പറേച്ചർ റേഞ്ച് ആണ്, അതുപോലെ സെറം ഏത് റേഞ്ചിലാണ്, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഫാർമസി പൊതുവെ ഫേസ് ചെയ്യേണ്ടി വരുന്ന, അവർക്ക് എന്താ പറയാ, ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് അല്ലെ? പിന്നെ ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ? ഇതൊക്കെ അത്രയ്ക്കുള്ള കാര്യങ്ങളെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. സോ നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം കേട്ടോ. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. ഫാർമസി ഈസ് ഗവേർൺഡ് ബൈ ഡാഷ്. ഓപ്ഷൻ തരാണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഫാർമസിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, ക്ലിനീഷ്യൻ. ഏതാണ് ആൻസർ? ഫാർമസി ഈസ് ഗവേർൺഡ് ബൈ ആരാണ്? ഫാർമസിസ്റ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വാളിഫിക്കേഷൻ ഓഫ് ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റീസ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റീസ്. എവിടുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഫ്ലോ ചാർട്ടിംഗ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ പറയാം, എം ഫാം ആണോ, ഫാം ഡി ആണോ, ഡി ഫാം ഓർ ഡി ഫാം ആണോ, അതോ നൺ ഓഫ് ദീസ് ആണ്? എങ്ങനെ ആൻസർ? കറക്റ്റ് ആണ് കേട്ടോ. ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം കേട്ടോ. ബാച്ചുലർ ഡിഗ്രി ഇൻ ഫാർമസി ഓർ ഡിപ്ലോമ ഇൻ ഫാർമസി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഫോർ ദ ബെഡ് സ്ട്രെങ്ത് അപ് ടു 200. 200 വരെ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റുകളാണ് ആവശ്യം?
എട്ടാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഏഴില്ല, ടേബിളിലേ ഇല്ല. ഏഴൊന്നുമില്ല കേട്ടോ, എട്ടാണുള്ളത്. ഓക്കെ, എട്ടാണ്, ഏഴൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. കണ്ടോ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓപ്ഷൻസ് തരാം. ഓൾ HODs, ബി നഴ്സിംഗ് സൂപ്രണ്ടന്റ്, സി ചീഫ് ഫാർമസിസ്റ്റ്, ഡി മെഡിക്കൽ സൂപ്രണ്ടന്റ്. ആരാണ് ആൻസർ? മെഡിക്കൽ സൂപ്രണ്ടന്റ്. ഓക്കെ. അതുപോലെ ഹൂ പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഓപ്ഷൻസ് വായിക്കാം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസിസ്റ്റ്, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് സൂപ്പർവൈസർ. ഇതാണ് ആൻസർ. DTC, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് കേട്ടോ. Then dash should be followed to prevent the overstocking or theft. Option A, economic order quantity. Option B, minimum quantity. Option C, maximum quantity. Option D, none of these. Answer is economic order quantity. Okay, then a hospital must have a formulary that contain dash drugs. Options 500 to 1000. Option B, 50 to 100. Option C, 250 to 300. Option D, 450 to 500. Option C ആണ് correct answer. Okay. Pethidine is a dash drug. Option general drug. Option B, inflammable drug. Option C, narcotic drug. And option D, cold storage drug. Correct ആണ് കേട്ടോ, narcotic drug ആണ്. Identify the problems that faced by the pharmacy services. Option A, pilferage. Option B, outdated drugs. Option C, expiry drugs. And option D, all of the above. ഏതാണ് ആൻസർ വരിക? All of the above ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. Identify the primary financial sources of a hospital. Primary financial sources. Option A, funds obtained through research work. Option B, endowment funds. Option C, gift and contributions. And option D, charge got to fund the patient. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പ്രൈമറി ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ചാർജ് തന്നെയാണ് അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ നമ്മള് നെക്സ്റ്റ് എടുത്തത് ഡയാലിസിസ് ആണ്. ഡയാലിസിസിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡയാലിസിസിൽ കുറെ ഷോർട്ട് ഫോംസ് ഉണ്ട്. നമ്മൾ കുറെ അബ്രീവിയേറ്റഡ് ഫോമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. HD ഹീമോഡയാലിസിസ്, PD പെരിറ്റോണിയൽ ഡയാലിസിസ്, ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അതുപോലെ തന്നെ ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ, അത് പഠിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഇതായിരുന്നു CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. പിന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ ഒരു 3 ടൈപ്പ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? CAPD, CCPD, IPD. അതിപ്പോ ഫുൾ ഫോം പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങള് ഹീമോഡയാലിസിസ് എന്താണ്, അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയാലോ. പിന്നെ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണ്, 3 ടൈപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, അതുപോലെ വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓരോന്നിന്റെ പ്രത്യേകതകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ആരാണ് ഒരു നെഫ്രോളജിസ്റ്റ്, ആരാണ് ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, ആരാണ്, അതൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഹീമോഡയാലിസിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെയും എന്താണ് ആഫ്റ്റർ ഇഫക്റ്റുകൾ, സൈഡ് ഇഫക്റ്റുകൾ അത് പഠിച്ചിട്ടുണ്ട്. പിന്നെ CRRT എന്താണ്, ഓക്കെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങള്, ഡയാലിസിസ് സെന്റർ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കാം.
ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Dialysis was first used effectively in dash. Option A 1980, option B 1970, option C 1940 and option D 1978. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1940 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1940 ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചത്. പിന്നീട് 70-കളിലായപ്പോ അത് കുറേ കൂടെ പോപ്പുലറൈസ് ആയി എന്ന് മാത്രം പറയുന്നത്. പക്ഷെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഏത് വർഷമാണ്? 1940 കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് ആർ കോൾഡ്. ഓപ്ഷൻ എ ESKD, option B ARF, option C AVF, option D CRF. ഇതാണ് ആൻസർ. ARF ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തു അറിയണം? ഫുൾ ഫോം അറിയണം. ഫുൾ ഫോം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. End stage kidney failure happens when the kidneys are functioning at only dash percentage of their normal function. Option A 30 to 35%, option B 20 to 25%, option C 10 to 15%, option D 40 to 50%. കറക്റ്റ് ആണ് കേട്ടോ. 10 to 50% ആണ്. അടുത്ത ചോദ്യം. Dash is the surgical connection between an artery and a vein. Option A AV fistula, option B AV graft, option C catheter and option D none of these. ആൻസർ പറഞ്ഞേ. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്താ നമ്മൾ പറയാ? ഫിസ്റ്റുല, AV ഫിസ്റ്റുല കേട്ടോ. അതേസമയം കണക്ഷൻ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ ത്രൂ എ ഹോളോസിന്തറ്റിക് ട്യൂബിന് എന്താ നമ്മൾ പറയാ? AV ഗ്രാഫ്റ്റ് എന്നാണ് പറയാ. ഓക്കെ, പിന്നെ ലോങ് ടേം ഹീമോഡയാലിസിസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏതൊക്കെയാ? AV ഫിസ്റ്റുലയെ നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റ് ഉപയോഗിക്കാം അല്ലെ. അതേസമയം ഷോർട്ട് ടേം ഹീമോഡയാലിസിസിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വാസ്കുലർ ആക്സിസ് കത്തീറ്റർ ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ AV ഫിസ്റ്റുല കഴിഞ്ഞു കഴിഞ്ഞാല് 3-4 മാസങ്ങൾക്ക് ശേഷമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. AV ഗ്രാഫ്റ്റ് ആകുമ്പോൾ 3-4 വീക്സ് ആണ് പറയുന്നത്, ആഴ്ച വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാസ്കുലർ ആക്സിസ് സൈറ്റ് that is used for the short term hemodialysis. Option A venous catheter, option B AV fistula and option C AV graft, option D syringe pump. ഉത്തരം ഏതാ? catheter ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The therapy used mainly in the intensive care unit for the people with the severe kidney failure. Okay, option A HD, option B PD, option C CRRT and option D CRT. ഏതാണ്? CRRT അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Clinical establishment that treats the patients with the renal failure is known as dash. Option A dialysis center, option B cardiology, option C medical institution, option D none of these. ഏതാണ് ആൻസർ വരിക? ഡയാലിസിസ് സെന്റർ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. സൈഡ് ഇഫക്റ്റുകളൊക്കെ നോക്കണം. അതുപോലെ തന്നെ AVയിൽ തന്നെ മെഷീൻ ആവശ്യമുള്ളത് ഏതിനാണ്, മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയാലിസിസ് ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എല്ലാ പോയിന്റ് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എന്തായാലും പഠിക്കുക, വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓപ്ഷൻ കാണുമ്പോൾ തിരിച്ചറിഞ്ഞതിന്റെ കാര്യങ്ങൾ അത്രയല്ലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡയാലിസിസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ എടുത്തത് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് ചെറിയൊരു ചാപ്റ്റർ, അതിന് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ പറയും. ഓക്കെ, പിന്നെ പൊതുവെ കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, ഒരു ടൈം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ടൈമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സോഴ്സസ് ഏതൊക്കെയാണ്, റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾ ഏതൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. 5 ടൈപ്പ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് 5 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് 2 എണ്ണം നമ്മൾ അതിനകത്ത് പ്രിവെന്റീവ് മെഷേഴ്സ് പറഞ്ഞു. പിന്നെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചു, അതിന്റെ ഫങ്ഷൻസ്. അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് നോക്കാം കേട്ടോ.
ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ ഹോസ്പിറ്റൽ അതുപോലെ HAI എന്നാണ് കാണിക്കുക കേട്ടോ. HAI എന്ന് പറയുന്നത് എന്താന്ന് വിചാരിക്കരുത്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. A hospital acquired infection is also known as dash. Option A, norovirus infection. Option B, meningococcal infection. Option C, nosocomial. And option D, Japanese encephalitis. ഇതാ വരിക nosocomial infection. Okay, അറിയാലോ. Then the meaning of the Latin word nosocomion. What is the meaning of the word nosocomion? എന്താണ് അർത്ഥം? Hospital. Okay, hospital ആണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. Which of the following is a common type of HAI? Option A, surgical site infection. Option B, meningitis. Option C, pneumonia. Option D, all of this. ഏതാണ് ആൻസർ വരിക? All of this. Okay. Dash transmission is generated by coughing, sneezing, or respiratory tract procedures like bronchoscopy. എന്ത് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓപ്ഷൻ ബി ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓപ്ഷൻ സി കോമൺ വെഹിക്കിൾ. ഓപ്ഷൻ ഡി വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഏതാണ് ആൻസർ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ. അതേസമയം എന്താ പറയാ, മൈക്രോ ഓർഗാനിസംസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് ആർ നോൺ ആസ് എന്താ പറയാ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്നാണ് പറയാ. ഇൻബോൺ അല്ല കേട്ടോ, വെക്ടർ ബോൺ ആണ്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ത്രൂ കെമിക്കൽ എക്സ്പോഷർ, അയണൈസിംഗ് റേഡിയേഷൻ ഓർ ഓട്ടോക്ലേവ്സ് ഈസ് നോൺ ആസ് എന്താണ്? ഓപ്ഷൻ എ സാനിറ്റേഷൻ. ഓപ്ഷൻ ബി സ്റ്റെറിലൈസേഷൻ. ഓപ്ഷൻ സി ഹാൻഡ് വാഷിംഗ്. ഓപ്ഷൻ ഡി ഐസൊലേഷൻ. ഏതാണ് ആൻസർ വരിക? സ്റ്റെറിലൈസേഷൻ. കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ നോക്കിയേ, ഡാഷ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ടു റെഡ്യൂസ് ദ ഇൻഫെക്ഷൻ. നമ്മൾ 8 പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചു. ആ 8 ഡാഷ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ടു റെഡ്യൂസ് ദ ഇൻഫെക്ഷൻ. നമുക്കറിയാലോ ഹാൻഡ് വാഷിംഗ് കേട്ടോ. ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. For a HAI, that means hospital acquired infection, the infection arrives up to dash hours after hospital admission. After hospital admission, time ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പറയാം. ഓപ്ഷൻ എ 24 hour, ഓപ്ഷൻ ബി 48, ഓപ്ഷൻ സി 32, ഓപ്ഷൻ ഡി 1 hour. കറക്റ്റ് ആണ് കേട്ടോ, 48 hours. അതുപോലെ നമ്മുടെ അഡ്മിഷന് ശേഷം 48 മണിക്കൂറിനുള്ളിലും പിന്നെ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 3 ദിവസമാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോഴ്സസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇതിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ട് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അതിന്റെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, നമ്മൾ ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പഠിച്ചില്ലേ. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അത്രയ്ക്കാണ് അതിന് വരുന്നത് കേട്ടോ. പിന്നെ പഠിപ്പിച്ചത് ഏതായിരുന്നു? മെഡിക്കൽ ടെർമിനോളജി അല്ലെ. മെഡിക്കൽ ടെർമിനോളജിയിൽ നിങ്ങള് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഇതിപ്പോ മെയിൻ എക്സാമിനൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് മാർക്ക് ചെയ്തതിനൊക്കെ സാധ്യതയുണ്ട്. ഇത് നോക്കുക, ഇതെല്ലാം വായിച്ചു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം. ഡാഷ് ഇസ് ദ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മെഡിക്കൽ ടേം. Dash is the word attached at the beginning of a medical term. Option A, prefixes. Okay, correct ആണ് കേട്ടോ. Prefix ആണ് ആൻസർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിൽ പറഞ്ഞല്ലോ നമ്മള്, അതുപോലെ ലാംഗ്വേജ് ഓഫ് മെഡിസിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞത് അല്ലെ. അതുപോലെ പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, സ്റ്റെം പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിനെ റൂട്ട് വേർഡ് എന്നാണ് പറയുക. അത് പുറത്ത് വെക്കുക കേട്ടോ. ഇനി 1-2 ക്വസ്റ്റ്യൻസ് കൊണ്ട് ശ്രദ്ധിക്കാം. What is the meaning of the suffix algia? Options are feebleness, cell, C relating to pain, and surgical removal of എന്താണ് ആൾജിയ. നമ്മൾ ആൾജിയ എന്നൊക്കെ പറയുന്നത് പെയിൻ ആണ് കേട്ടോ.
Abbreviation ABG. ABG യുടെ abbreviation. Option A, analysis of blood gas, arterial blood gas, activity balanced gas, acidity balanced gas. Option D, none of these. Answer ഏതാണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അല്ലെ. അതിന് നമ്മുടെ എന്താ പറയാ ശരീരത്തിനകത്ത് ഓക്സിജന്റെ ലെവല്, കാർബൺ ഡയോക്സൈഡിന്റെ ലെവലൊക്കെ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വൈറ്റൽ ടെസ്റ്റുകളാണ്. ഓക്കെ, അതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് നിങ്ങൾ അറിയുന്നത് കേട്ടോ. സിമ്പലുകളൊക്കെ നോക്കി വെക്കാം കേട്ടോ. അതിനകത്ത് ലാസ്റ്റ് പേജിനകത്ത് കുറച്ച് സിമ്പലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. റിലേറ്റീവ് ടു ന്യൂട്രീഷൻ. ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ വായിക്കാം. ട്രോഫിക്, ഓപ്ഷൻ ബി ടാക്സസ്, ഓപ്ഷൻ സി റാഫി, ഓപ്ഷൻ ഡി സ്കോപ്പ്. ഇതാണ് വരെ ട്രോഫിക്. ട്രോഫിക് കറക്റ്റ് ആണ് കേട്ടോ വിസ്മയ. നമ്മൾ ട്രോഫിക് തലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. Abbreviated form of potassium chloride. Option A, KCl, option B, NaCl, option C, HCl, and option D, PCl. ഏതാണ് വരിക? KCl. Okay. What does the prefix hyper means? Option A, under, option B, excessive, option C, normal, option D, below. ഏതാണ് വരിക? Excessive. Okay, correct ആണ് കേട്ടോ. Cubic centimeter. Cubic centimeter is abbreviated as dash. Option A, small cc, option B, cm cube, option C, both the A and B, option D, none of the above. ഏതാണ് വരിക? both the A and B ആണ് വരിക. കാര്യം എന്താ? cc എന്നും പറയാം നമുക്ക്, ക്യൂബിക് സെന്റിമീറ്ററിന് cm ക്യൂബ്. രണ്ടും ശരിയാണ് കേട്ടോ, രണ്ടും കറക്റ്റ് ആണ്. ഹെമാറ്റോ എന്നിട്ട് ഹിമാറ്റോ മീനിങ് എന്താണ്? ഓപ്ഷൻ എ, റിലേറ്റീവ് ടു ബ്ലഡ്, ഓപ്ഷൻ ബി, റിലേറ്റീവ് ടു സെല്ല്, ഓപ്ഷൻ സി, റിലേറ്റീവ് ടു സ്കിന്ന്, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഏതാണ്? ഹെമറ്റോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാലോ, ദാറ്റ് ഈസ് റിലേറ്റീവ് ടു ബ്ലഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Dash is the root word used to mean cancer. Dash is the root word used to mean cancer. Option A, carcin, option B, scent, option C, cycle, option D, fever. ഇതാണ് കാർസിൻ. ഓക്കെ, കാർസിൻ ആണ് കേട്ടോ. ഫെബർ എന്താ? ഫെബർ ഫീവർ ആണ് കേട്ടോ, ഫീവർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. KUB stands for option A, kidney, uterus, bladder. Option B, kind, under and build. Option C, kidney, ureters and bladder. Option D, none of these. C ആണ് the correct answer. Okay. Short form, abbreviated form of mercury. മെർക്കുറിയുടെ സിംബൽ ആണ് ഈ ചോദിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. MgH, HgV, Hg, Mg. ഏതാണ് വരിക? Hg ആണ് കേട്ടോ, മെർക്കുറിയുടെ Hg ആണ്. ഓക്കെ, GTT കേട്ടിട്ടുണ്ടോ? GTT stands for, ഓപ്ഷൻ വായിക്കാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി, ജനറൽ ടോളറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ സി, ഗ്ലൂക്കോസ് ടെർമിനൽ ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി, ജനറ്റിക് ടെർമിനൽ ടെസ്റ്റ്. GTT എന്താണ്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് കേട്ടോ. ഒരു ട്രയാങ്കിൾ സിംബൽ നിങ്ങൾ പഠിച്ചില്ലേ മെഡിക്കൽ ടെർമിനോളജി ലാസ്റ്റ്? അതെന്താണ്? ആ സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, കറക്റ്റ്, ചേഞ്ച് എന്നാണ് കേട്ടോ.
Leuco. Leuco is the prefix which means dash. Option A, white blood cell. Option B, red blood cell. Option C, both the A and B. Option D, none of the above. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ആൻസർ വരിക. ഓക്കെ. അടുത്തത് EKG and ECG. EKG and ECG is abbreviated form of dash. Option A, electroencephalogram. Option B, endotracheal. Option C, endotracheal tube. Option D, electrocardiogram. എന്താ പറ്റിയ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോകാർഡിയോഗ്രാം. അതിന് ECG എന്ന് പറയാൻ നമുക്ക് EKG എന്ന് പറയാം കേട്ടോ. അടുത്ത നോക്കാം. Lingo. Lingo means LINGO. Lingo means dash. Option A, ear. Option B, tongue. Option C, nose. Option D, eye. ഇതാണ് ലിംഗോ. ലിംഗ്വിസ്റ്റിക്സ്. ലിംഗോ എന്ന് പറയുന്നത് ടങ് ആണ് അല്ലെ? കറക്റ്റ് ആണ്. ടങ് ആണ്. അടുത്തത് അബ്രീവിയേഷൻ. കറക്റ്റ് ആണ് കേട്ടോ വൈഷ്ണവി. ഇതാ അടുത്തത് അബ്രീവിയേഷൻ AC. AC മീൻസ് ഓപ്ഷൻ എ ബിഫോർ മീൻസ്. ഓപ്ഷൻ ബി ഫ്രീ ഓഫ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ സി ആസ് ഡിസൈഡ്. ഓപ്ഷൻ ഡി അബ്രാകാഡാബ്ര. ഏതാണ്? ബിഫോർ മീൻസ് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ദ മെഡിക്കൽ ടേം ഫോർ എ ഹാർട്ട് അറ്റാക്ക്? ഓപ്ഷൻ എ കാർഡിയാക് അറസ്റ്റ്. Option B, cerebral infarction. Option C, pulmonary embolism. Option D, myocardial infarction. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. മെഡിക്കൽ ടേം പറയുമ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. Lack of oxygen or excess of carbon dioxide in the body that results in unconsciousness is called a dash. Option A, asphyxia. Option B, anemia. Option C, asthma. Option D, aorta. ഏതാണ് ആൻസർ? ആസ്ഫിക്സിയ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ഏകദേശം ഞാനിപ്പോ റിവിഷൻ അറിയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ് ചെയ്തത് കേട്ടോ. ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം കേട്ടോ. പിന്നെ എക്സാമിന്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം നിങ്ങൾക്ക് ഓരോ പേപ്പറും 60 മാർക്കിലാണ് കേട്ടോ. മൊഡ്യൂൾ 1 60 മാർക്കിന്, മൊഡ്യൂൾ 2 60 മാർക്കിലായിരിക്കും. ഓൺലൈൻ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഫോണിലൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ലാപ്പിലോ ഇതെന്ന് വെച്ചാൽ ഫോണൊക്കെ ആണെങ്കിൽ ഫുൾ ചാർജ് ആക്കി വെക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കാം. റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കും. പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ മാക്സിമം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എക്സാം എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ ഇമെയിൽ ID, ഓക്കെ, നിങ്ങളുടെ ഫുൾ നെയിം അടക്കം കേട്ടോ. ഇമെയിൽ ID അതുപോലെ നിങ്ങളുടെ ഫുൾ നെയിം അതൊക്കെ കൃത്യമായിട്ട്, റോൾ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, പലപ്പോഴും പിന്നെ ടെൻഷൻ ഒന്നും വേണ്ട. ഇതിപ്പോ ഫസ്റ്റ് ടൈം എഴുതുന്നത് നിങ്ങൾക്ക് ഇല്ല അങ്ങനെയൊന്നുമില്ല. ഓരോ ടൈമിന് ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ല കേട്ടോ. ഓരോ ക്വസ്റ്റ്യന് ടൈം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു 50 മിനിറ്റ്സ് ആണ് കേട്ടോ. 50 മിനിറ്റ്സിന്റെ എക്സാം ആണ് 60 മാർക്ക്. അപ്പം നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത് വായിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ടെൻഷനൊന്നും വേണ്ട. നിങ്ങളൊക്കെ മിക്കവാറും
എന്താണ് ഓൺലൈനൊക്കെ എഴുതിയവരൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഫസ്റ്റ് ടൈം ഒക്കെ എഴുതുമ്പോൾ ചെറിയൊരു ടെൻഷനൊന്നും അടിക്കണ്ട. ഇതൊക്കെ നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണെന്ന് കരുതിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? മെയിൻ എക്സാം ആണല്ലോ. മെയിൻ എക്സാം അല്ലേ നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ നല്ല സ്കോർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നല്ല സ്കോറൊക്കെ കിട്ടാനായിട്ട് നോക്കാം. അതിലേക്കുള്ളൊരു എന്താ പറയുക, ഒരു പ്രാക്ടീസ് ആവട്ടെ. ഇനിയിപ്പോ ഒരിക്കലും ടെൻഷൻ കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാണ്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ആൻസർ ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മെയിൽ ഐ ഡി ഇതൊക്കെ നോക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് ഓടിപ്പോകരുത്. സബ്മിറ്റ് കൊടുത്ത് നിങ്ങളുടെ ഇൻവിജിലേറ്റർ ആരാണോ അവരോട് നിങ്ങളുടെ പേരും നിങ്ങളുടെ റോൾ നമ്പറും പറയണം കേട്ടോ. ഞാൻ ഇന്ന ആളാണ്, എന്റെ റോൾ നമ്പർ ഇതാണ്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരോട് പറയണം. അപ്പൊ തന്നെ അവര് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബാക്കിൽ അത് റെക്കോർഡ് ആയിട്ടുണ്ടാവും. അത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ലെഫ്റ്റ് ആയി പോകാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിയുന്നവര് ലെഫ്റ്റ് ചെയ്ത് പോകരുത്. സബ്മിറ്റ് കൊടുത്ത് ഇൻവിജിലേറ്ററിനോട് പറയാം, ഞാൻ എന്റെ പേര് റോൾ നമ്പർ പറഞ്ഞിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവരത് നോക്കി ചെക്ക് ചെയ്ത് നിങ്ങളുടെ എന്താ പറയാ സബ്മിഷൻ അവിടെ റെക്കോർഡഡ് ആയി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അവര് ലെഫ്റ്റ് ആയിക്കോളാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ ലെഫ്റ്റ് ആവാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലവർ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ സബ്മിറ്റ് കൊടുത്താലും ചിലത് റെക്കോർഡഡ് ആയിട്ടുണ്ടാവില്ല, അപ്പൊ അതിന് മാർക്ക് വരില്ല. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പിന്നെ നന്നായി പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ കേട്ടോ. അത്ര ഞാനിപ്പോ പറഞ്ഞിട്ട് പേടിക്കൊന്നുമല്ല. ഭയങ്കര എന്താ പറയാ, ഇതിപ്പോ ഫസ്റ്റത്തെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത്ര ഇല്ലാതെയുള്ളൂ എന്ന് തോന്നും. ഓക്കെ, അതിലേക്ക് ഒരു പ്രാക്ടീസ് ആണ് കേട്ടോ. എക്സാം അധികം വൈകാതെ മിക്കവാറും ഒരു നെക്സ്റ്റ് വീക്ക് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു എക്സാം. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻസ് ഒക്കെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് നെക്സ്റ്റ് വീക്ക് ആണോന്ന് ഡേറ്റ് അവരെ അറിയിക്കും. നമ്മുടെ പോർഷൻസ് മിസ്സിന് ഇന്നത്തെ ക്ലാസ് ഒന്നെന്ന് പറഞ്ഞു. അപ്പൊ പോർഷൻസ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അധികം താമസിയാതെ എക്സാം ഉണ്ടാകും. ഞാൻ 2-3 ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, എടുക്കൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക്? എത്ര മണിക്കൂറാണ് എക്സാം സാധാരണ മൊഡ്യൂൾ 50 മിനിറ്റ് ആണ് കേട്ടോ. 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൊഡ്യൂൾ 60 ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 2 ചിലപ്പോൾ വേറെ ദിവസമായിരിക്കാം. 60 ക്വസ്റ്റ്യൻ, 50 മിനിറ്റ് സമയം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. സമയം എക്സസ് ആണ്. മിസ്സേ 1 ഉം 2 ഉം 2 ദിവസമല്ലേ? അതോ ഒരു ഇതായിട്ടാണോ 1 ഉം 2 ഉം? അങ്ങനെ പറയാൻ പറ്റില്ല. ആക്ച്വലി കാര്യം ഓഫീസിൽ നിന്ന് അറിയിക്കാം. അവരാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതുവരെ കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ അങ്ങനെയായിരുന്നു, സെപ്പറേറ്റ് ബേസിലായിട്ടായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ ഇത്തവണ അങ്ങനെ ആവോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഓഫീസിൽ നിങ്ങൾ അറിയിക്കും. ഓക്കെ, നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. പഠിക്കാൻ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് നമ്മള് ആ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്താൽ മതി. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, നമുക്ക് ഓൾ അറിവ് ഉണ്ടാവണം അല്ലെ. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങള് നല്ലോണം മനസ്സിരുത്തി വായിച്ചാൽ മതി. വായിച്ച് ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് കേൾക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇതൊക്കെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. എന്താണ് എത്ര മാർക്ക് വേണം പാസ്സാവാൻ? അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ പഠിച്ചു മേടിക്കുക കേട്ടോ. അത് ഞാൻ പറയില്ല. അപ്പൊ ഞാൻ ആ മാർക്കിന് ലക്ഷ്യം വെച്ച് നിങ്ങൾ പഠിക്കാൻ നടക്കും. അങ്ങനെ ചെയ്യണ്ട. നന്നായിട്ടൊന്ന് പഠിച്ച് പരീക്ഷ എഴുതണം. അതെ, വീഡിയോ ഓൺ ചെയ്തിട്ട് വേണം കേട്ടോ എക്സാം എഴുതാൻ. വീഡിയോ ഓഫ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. അവിടെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ പേരില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? താങ്ക് യു മിസ്. താങ്ക് യു. അത് ശരി കേട്ടോ.